നമസ്കാരം. 6ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ചാപ്റ്റർ നമ്മൾ കുറച്ച് മുന്നേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റിൽ കയറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ സ്വന്തമായിട്ട് ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ളവർ ഉറപ്പായും അങ്ങനെ തന്നെ ചെയ്യുക. തീരെ രക്ഷയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ചോദ്യോത്തരങ്ങൾ എഴുതിയെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1ാമത്തെ ചോദ്യം പേജ് നമ്പർ 36 ഏറ്റവും മുകളിലായിട്ട് ഒരു ബോക്സിൽ കണ്ടോ. വിച്ച് ആർ ദ ക്രോപ്സ് ദാറ്റ് ദി ഹൈലാൻഡ് റീജിയൻ ഇസ് സ്യൂട്ടബിൾ ഫോർ, മേക്ക് എ ലിസ്റ്റ്. ഹൈലാൻഡ് റീജിയൻ ഇത് നമ്മുടെ തൊട്ട് മുമ്പ് പഠിപ്പിച്ച് വെച്ചതല്ലേ. മിഡ്ലാൻഡിൻ്റെ തൊട്ട് മുൻപ് ഹൈലാൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈലാൻഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് അവിടെ കൃഷിക്ക് യോജിച്ചത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് ആദ്യം എഴുതണം. പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്, വൈ ക്യാൻ ദീസ് ക്രോപ്സ് ബി കൾട്ടിവേറ്റഡ് ഇൻ ദി ഹൈലാൻഡ്. എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ ഹൈലാൻഡിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മൾ പറയാം, കുറച്ച് ഐറ്റംസ് പറയാം. അപ്പോൾ ഏതൊക്കെയാണ്? കോഫി, ടീ, പെപ്പർ, കാർഡമം, ജിഞ്ചർ, ടർമറിക് തുടങ്ങിയതൊക്കെ നമുക്ക് എവിടെ കൃഷി ചെയ്യാം? ഹൈലാൻഡിൽ കൃഷി ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്താ കാരണം പറയേണ്ടുന്നത്? ദീസ് ക്രോപ്സ് നീഡ് കോൾഡ് റീജിയൻസ് ടു ഗ്രോ. തണുത്ത സ്ഥലത്താണ് ഇത് വളരുന്നത്. സോയിൽ വിൽ ബി ഡ്രെയിൻഡ്, ഇനഫ് റെയിൻഫോൾ ഈസ് ഓൾസോ നീഡഡ്. എന്താണ്? നല്ല നനഞ്ഞ മണ്ണ് വേണം, ആവശ്യത്തിന് മഴയും ഈ ഒരു കൃഷിക്ക് വേണ്ടി വേണം. ഹൈലാൻഡിൽ ഈ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇത്രയും ഒക്കെ വേണം. അതുകൊണ്ടാണ് അതൊക്കെ എവിടെ ഉണ്ട്? ഹൈലാൻഡിലുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അവിടെ കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം പേജ് നമ്പർ 37. അതിൽ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, farmers are turning to rubber cultivation instead of traditional crops. What could be the reason? നമ്മളുടെ നാട്ടിൽ എന്താണ് നെൽകൃഷിയും അതുപോലെ കരയിൽ പലതരത്തിലുള്ള കൃഷി നടത്തിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലേ. അവരൊക്കെ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? റബ്ബറാണ് കൃഷി ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? വാട്ട് ചേഞ്ചസ് കുഡ് ദിസ് ഹാവ് ബ്രോട്ട് ഇൻ ദെയർ ലൈഫ് സ്റ്റൈൽ ഡിസ്കസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതിക്ക് അല്ലെങ്കിൽ ജീവിതശൈലിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? അപ്പോൾ ചോദ്യം വ്യക്തമാണേ. അപ്പം നോക്കിക്കേ, റബ്ബർ കൃഷി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, വൺസ് പ്ലാന്റഡ് ദ റബ്ബർ ക്രോപ്പ് ഹാസ് ദ മെറിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് ഈൽഡ്. അല്ലേ, കുറേ നാളത്തേക്ക് 10-25 വർഷത്തോളം ആ റബ്ബർ നമ്മൾ നട്ടതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഫലം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം നട്ടാൽ മതി എന്നുള്ളതൊരു ഗുണമാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറിറ്റ് ഓഫ് റബ്ബർ കൾട്ടിവേഷൻ. ഇത് തന്നെയാണ് റബ്ബർ കൾട്ടിവേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ്. സോ ഇറ്റ് ബിക്കെയിം ദ ചീഫ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഓഫ് കേരള. അതുകൊണ്ട് തന്നെയാണ് എന്താണ് റബ്ബർ കൃഷി കേരളത്തിലെ കൊമേഴ്ഷ്യൽ ക്രോപ്പായി മാറിയത്. ദ യങ്ങർ ജനറേഷൻ ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ദേ വോണ്ട് വൈറ്റ് കോളർ ജോബ്സ്. നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞ ജനറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം? വൈറ്റ് കോളർ ജോബ് വേണം. അങ്ങനെ ആകുമ്പം അവരെന്ത് ചെയ്യും? മോസ്റ്റ് ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഗൾഫ് കൺട്രീസ് ബിക്കോസ് ഓഫ് ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ദെയർ. ഭൂരിഭാഗം പേരും എങ്ങോട്ടേക്കാണ് പോയത്? ഗൾഫ് കൺട്രികളിലേക്കൊക്കെ അങ്ങ് പോയി. അവിടെ പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ കൂടുതൽ പേരും അങ്ങോട്ടേക്കൊക്കെ പോയി. അതുപോലെ തന്നെ ദ പാഡി ഫീൽഡ്സ് ആർ ബീയിങ് ഫിൽഡ് വിത്ത് സോയിൽ ആൻഡ് ദ ലാൻഡ്സ് ആർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻസ്. എന്താ ലാൻഡ്സൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി? മണ്ണൊക്കെ ഇട്ട് നികത്തി, എല്ലാം കൺസ്ട്രക്ഷൻ, നമ്മുടെ ഫീൽഡുകളൊക്കെ മണ്ണിട്ട് നികത്തി, അതുപോലെ മറ്റ് പുരയിടങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് പാഡി ഫീൽഡ്സ് ആർ ഡിസ്ട്രോയ്ഡ് വെൻ ദേ ആർ യൂസ്ഡ് ഫോർ അതർ പർപ്പസസ്. അപ്പോൾ നമ്മൾ പറയില്ലേ, വയൽ, കാവ് തുടങ്ങിയവയൊക്കെ എന്താണ്? അവിടെയൊക്കെ ആവാസ കേന്ദ്രങ്ങളാണ്. ബയോഡൈവേഴ്സിറ്റി ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. മണ്ണൊക്കെ ഇട്ട് നികത്തി അവിടുത്തെ ആ ഒരു അന്തരീക്ഷം അങ്ങ് മാറുകയാണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഫാമേഴ്സിന് എന്ത് ചേഞ്ചസ് ഉണ്ടാവും? നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ഫാമേഴ്സിന് എന്തുണ്ടാവാൻ തുടങ്ങി? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും വരാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ ഡീറ്റെയിൽസ് വേണ്ട, കുഞ്ഞുങ്ങളായതുകൊണ്ട് കുറച്ചൊരു പാരഗ്രാഫ് നമുക്ക് എഴുതിയാൽ മതി. ഇനി അതേ പേജിൽ തന്നെ പേജ് 37 തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ഇൻ കേരള ആർ ഐഡിയൽ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് എ വെറൈറ്റി ഓഫ് ക്രോപ്സ്. അപ്പം നമുക്ക് മനസ്സിലായല്ലേ, കേരളത്തിലെ ആ ഒരു മണ്ണും അതുപോലെ അന്തരീക്ഷവും ജലലഭ്യതയും ഒക്കെ ഉള്ളത് കൊണ്ട്, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് പലതരത്തിലുള്ള വിളകൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാം എന്ന് മനസ്സിലാക്കിയില്ലേ. സ്റ്റിൽ അവർ അഗ്രികൾച്ചർ ഫേസസ് സെറ്റ് ബാക്സ്. എന്നിട്ടും നമ്മുടെ അഗ്രികൾച്ചർ നേരെയാണോ പോകുന്നത്? കുറേ ഡിഫക്ട്സ് ഉണ്ടല്ലേ. ഡിസ്കസ് എ സിറ്റുവേഷൻ ദാറ്റ് ലെഡ് ടു ദിസ്. അപ്പോൾ
എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കാം? ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ലാക്ക് ഓഫ് ലേബറേഴ്സ് ആർ ദ മെയിൻ റീസൺ ഫോർ ദ സെറ്റ് ബാക്ക് ഇൻ അഗ്രികൾച്ചർ. അല്ലേ? എന്താണ്? പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടി, അതുപോലെ ലേബേഴ്സിൻ്റെ കൂലി കൂടി, അതൊക്കെ കൊണ്ട് പ്രധാനമായിട്ടും കുറേ പേരും കൃഷി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അടുത്ത എന്ത് നമുക്ക് പറയാം? പാഡി ഫീൽഡ്സ് ആൻഡ് അതർ കൾട്ടിവബിൾ ലാൻഡ്സ് ആർ നൗ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻസ്. എന്താണ്? നമ്മുടെ വയലുകളും അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെ ഇപ്പോൾ എന്തിനു ഉപയോഗിക്കുക? നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ ഈസ് അനദർ ഫാക്ടർ. ജീവിതശൈലി മാറുന്നു, അതും ഒരു ഫാക്ടറാണ്. ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ വൈറ്റ് കോളർ ജോബ്സ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നൗ എഡ്യൂക്കേറ്റഡ്. ഇപ്പോഴത്തെ ആൾക്കാർ ഭൂരിഭാഗം പേരും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എന്ത് വേണം? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള ജോലി വേണം, കൃഷിയൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു ധാരണ. പിന്നെ ദി അട്രാക്ഷൻ ടു ദി ലൈഫ് സ്റ്റൈൽ ഓഫ് ഫോറിൻ നേഷൻസ്. നമ്മളുടെ കൂടുതൽ ആൾക്കാർക്ക് എന്താ? വിദേശ രാജ്യങ്ങളിലെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് നമ്മളെ അവർ ആകർഷിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ പേരും അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് വെജിറ്റബിൾസ് ഫ്രം അതർ സ്റ്റേറ്റ്സ് അറ്റ് ചീപ്പ് റേറ്റ് ആൻഡ് ക്വാളിറ്റി ഓൾസോ ഹാം അവർ ഗുഡ് പ്രൊഡക്ഷൻ. പിന്നെന്താ? ഈ പെസ്റ്റിസൈഡ്സും അതുപോലെ ഇൻസെക്ടിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്ന, കൃത്രിമമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കുറേ പച്ചക്കറികൾ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ജൈവ പച്ചക്കറിക്ക് വില കൂടുതലാണ്. അപ്പോൾ അത് കൊടുത്ത് വാങ്ങിക്കാതെ ഇത് പോയി വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ അവിടെയും കുറയും. പിന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് സച്ച് എസ് റബ്ബർ ഹാസ് ഹൈ ഡിമാൻഡ് ആസ് ഇറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ. റബ്ബറിന് ഭയങ്കര ഡിമാൻഡാണ്. കാര്യം എന്താ? അതിലാണ് കൂടുതൽ വരുമാനമുള്ളത് എന്നുള്ളത് ഒരു കാരണമായി. ഇൻക്രീസിങ് പോപ്പുലേഷൻ ആൻഡ് അർബനൈസേഷൻ ഡിക്രീസ് ദ ഏരിയ ഓഫ് കൾട്ടിവബിൾ ലാൻഡ്. പിന്നെ എന്താണ്? പോപ്പുലേഷൻ കൂടിയല്ലേ, നമ്മുടെ ജനസംഖ്യ കൂടി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ഇപ്പം നഗരങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുമൊക്കെ ഒരു റീസൺ ആണ്. അവർ വാട്ടർ റിസോഴ്സസ് ആർ നൗ പോയിസൺഡ് ഡ്യൂ ടു ദ കെമിക്കൽ വേസ്റ്റ് ഫ്രം ദ ഫാക്ടറീസ്. അതുപോലെ തന്നെ നമ്മുടെ നദികളിലൊക്കെ ഇപ്പം നല്ല വെള്ളമാണോ ഉള്ളത്? അല്ല, ഫാക്ടറീസിൽ കുറേ കെമിക്കൽസ് ഒക്കെ അതിലേക്ക് ഒഴുക്കി വിടുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ പോയിസൺഡ് ആണ്. അതുപോലെ തന്നെ വേറെ എന്തും കൂടെ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഓൾസോ അനദർ പ്രോബ്ലം ഇൻ കൾട്ടിവേഷൻ. പണ്ടത്തെ അപ്പന്മാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? ഈ മാസം, ഓരോ മാസങ്ങൾ വരുമ്പോൾ അവർ പറയും ഇത് ഇടിയും മഴയും ഉള്ള മാസമാണ്, ഇതിൽ കാറ്റാണ് കൂടുതൽ, ഇതിൽ വെയിലാണ്, ഇതിൽ മഴയും വെയിലും മാറി മാറി വരും എന്നൊക്കെ അവർ പറയുമായിരുന്നു അല്ലേ. ആ പ്രഡിക്ഷനൊക്കെ വളരെ കറക്റ്റുമായിരുന്നു. ഇപ്പം അങ്ങനെ പറ്റുമോ? ഇതാ ഇപ്പം തന്നെ നോക്കി, ചിങ്ങം കന്നി മാസങ്ങളിലൊന്നും ഇത്രയും മഴയൊന്നും പെയ്യില്ല. ഇപ്പോഴങ്ങനെയാണ്, കൂടുതലും മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മഴ പെയ്യേണ്ട മാസങ്ങളിൽ ചിലപ്പോൾ അത് കിട്ടാറുമില്ല. അങ്ങനെ കാലാവസ്ഥയ്ക്ക് തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിനേക്കാൾ ഒരുപാട് റീസൺസ് നമുക്ക് എഴുതാം. തൽക്കാലം ഇത്രയും മതി. ഇനി ലിസ്റ്റ് ദ ചേഞ്ചസ് ദാറ്റ് occurred in the lifestyle of Keralites who shifted from the agro-based culture. നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൾച്ചറിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലേ. അപ്പം നമ്മൾ എന്തുപേക്ഷിച്ചിരുന്നു? കൃഷി ഉപേക്ഷിച്ച സമയമായപ്പോഴേക്കും നമ്മൾക്ക് എന്ത് സംഭവിച്ചു? നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കുറേ ചേഞ്ചസ് ഉണ്ടായി. അതെന്തൊക്കെയാണ്? ഇവിടെ പേജ് നമ്പർ 39 തന്നെ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ? അത്രയും ഭാഗം തന്നെ നമുക്ക് എഴുതിയാൽ മതി. എന്താ? അവർ ഏൾഡർ ജനറേഷൻസ് വർക്ക്ഡ് ഹാർഡ് ഇൻ ഫാംസ് ആൻഡ് ഫീൽഡ്സ്. നമ്മൾക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ജനറേഷനിലുള്ള ആൾക്കാർ വരെ എന്താ? ഫാമിലും ഫീൽഡിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ആസ് ന്യൂ എംപ്ലോയ്മെന്റ് എരീനാസ് ഡെവലപ്പ് ദ ന്യൂ ജനറേഷൻസ് അഫിനിറ്റി ടുവേർഡ്സ് അഗ്രികൾച്ചർ ഡിക്ലൈൻ. ഇപ്പോൾ കൂടുതലും വേറെ മേഖലകളിലൊക്കെ തൊഴിലവസരങ്ങൾ കൂടുതലാണ്. അപ്പോൾ തന്നെ നമ്മുടെ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് എന്ത് കുറയും? കൃഷിയോടുള്ള താല്പര്യം അങ്ങ് കുറയും. ആസ് ദീസ് സെക്ടേഴ്സ് ഓഫേർഡ് ബെറ്റർ റിട്ടേൺസ്. എന്താണ്? ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ നല്ല വരുമാനമുണ്ട്. അങ്ങനെ ആയപ്പോൾ അഗ്രികൾച്ചർ ഗോട്ട് നെഗ്ലക്റ്റഡ്. എന്തൊഴിവാക്കി? അഗ്രികൾച്ചർ അങ്ങ് ഒഴിവാക്കി. കേരളൈറ്റ്സ് സ്ലോലി ഷിഫ്റ്റഡ് ഫ്രം അഗ്രികൾച്ചർ വിച്ച് ജനറലി ഡിമാൻഡ്സ് മോർ ഫിസിക്കൽ എക്സർഷൻ. നല്ല കഠിനാധ്വാനം വേണ്ടുന്ന കാര്യമാണ് അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളീയത്തിലുള്ള ആൾക്കാർ എന്താണ്? അതിൽ നിന്നൊക്കെ അതൊക്കെ അങ്ങ് മാറി. ദിസ് കോസ്ഡ് മെനി ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. അങ്ങനെ ആയപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഹെൽത്തിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസം സംഭവിച്ചു. അതിൽ ആ അസുഖങ്ങളില്ലേ, ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആർ സെഡ് ടു ബി ദ ചീഫ് കോസ് ഓഫ് മെനി ന്യൂ ജനറേഷൻ ഡിസീസസ് സച്ച് ആസ് ഹൈപ്പർടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് എക്സെട്ര. എന്താണ്? നമ്മൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലുണ്ടായ മാറ്റം കൊണ്ടുണ്ടായതാണ്. ദീസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ ഇതിനെയൊക്കെ ചേർത്ത് ഒറ്റ പേരിട്ട് നമുക്ക് വിളിക്കാം. എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ജീവിതശൈലി മാറിയപ്പോൾ വന്ന അസുഖങ്ങളാണ്. നേരത്തെ പഠിപ്പിച്ചതാണ്, വളരെ വളരെ ഈസിയാണ്. ഇനി ഉള്ള ചോദ്യം എന്താണ്? ഇനി നമുക്ക് ലെറ്റസ് അസസിനകത്ത് 2 ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡു ദ ഡൈവേഴ്സിറ്റീസ് ഇൻ കേരളാസ് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് ആൻഡ് സോയിൽ ടൈപ്സ് ഇൻഫ്ലുവൻസ് ഇറ്റ്സ് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിലെ ഫിസിയോഗ്രഫിയും ക്ലൈമറ്റും അതുപോലെ സോയിൽ ടൈപ്പും ഒക്കെ കൊണ്ട്
പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്താണ്, പലതരത്തിലുള്ള ക്രോപ്പുകൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞില്ലേ, ഹൈലാൻഡിൽ ഒരു കാലാവസ്ഥ, ഇങ്ങനത്തെ കാലാവസ്ഥയാണ്, ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, മഴ ഇത്രയോ ആണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. മിഡ്ലാൻഡിൽ ഇതാണ് കാലാവസ്ഥ, മിഡ്ലാൻഡിൽ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോന്നും പറയാം. അതല്ല, ഒരു ഉദാഹരണം മതി എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. അപ്പം എന്താണ് ഞാൻ പറയുന്നതെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അവർ ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് ആൻഡ് സോയിൽ ടൈപ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് വെറൈറ്റി ഓഫ് ക്രോപ്സ്. അല്ലേ, പലതരത്തിലുള്ള ക്രോപ്സ് കൃഷി ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് നമ്മളുടെ നാട്. വെൻ വി കൺസിഡർ ദി ഹൈലാൻഡ് റീജിയൻ, ഇപ്പം ഞാനിവിടെ ഉദാഹരണമായിട്ട് ഹൈലാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ പറയുകയാണ് മിഡ്ലാൻഡും എഴുതണം, അതുപോലെ ലോലാൻഡും എഴുതണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മൂന്നും എഴുതണം. ടെക്സ്റ്റിലെ വരികൾ എഴുതിയാൽ മതി. ഇത് ടെക്സ്റ്റിലെ ലൈൻസ് തന്നെയാണ് കേട്ടോ. Crops such as coffee, cardamom, pepper, ginger and turmeric are very suitable to cultivate here. ഏതൊക്കെയാണ് ഹൈലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്നു. പിന്നെ ടെക്സ്റ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ദ ടെമ്പറേച്ചർ ഹിയർ ഈസ് ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ടെമ്പറേച്ചർ. അബണ്ടന്റ് റെയിൻഫോൾ ആൻഡ് വെൽ ഡ്രെയിൻഡ് സോയിൽ ആർ അതർ ഫീച്ചേഴ്സ്. ദോസ് ആർ വെരി മച്ച് സ്യൂട്ടബിൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ദീസ് ക്രോപ്സ്. അപ്പോൾ എന്താ, നല്ല മഴ, അതുപോലെ തന്നെ നനഞ്ഞ മണ്ണ്, ഇതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃഷികൾ സാധ്യമാകുന്നത്. ഇനി വേണമെങ്കിൽ മിഡ്ലാൻഡും ലോലാൻഡും കൂടി എഴുതാം കേട്ടോ. ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ്? ഈച്ച് വൺ ഹാസ് ടു വർക്ക് ഫോർ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ആസ് എ സ്റ്റുഡൻറ്, വാട്ട് മെഷേഴ്സ് ക്യാൻ യു അഡോപ്റ്റ് ഫോർ ദിസ്? നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നമുക്ക് തന്നെ സ്വീകരിച്ചൂടെ? സ്വയമായിട്ട് നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാം? ദ മെയിൻ ഇഷ്യൂ ഫേസ്ഡ് ബൈ വൺ ഇസ് ദ ലാക്ക് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. ഏറ്റവും പ്രധാനമായിട്ടും ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ? മണ്ണ് കുറവാണ്, കൃഷി ചെയ്യാൻ സ്ഥലമില്ല. ടെറസ് ഫാമിംഗ്, സാക്ക് ഫാമിംഗ് എക്സെട്ര ആർ ഗുഡ് മെത്തേഡ്സ് ടു ഓവർകം സ്പേസ് പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെ സ്ഥലമില്ല എന്നുള്ള പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ടെറസ് കൃഷി, അതുപോലെ തന്നെ സാക്ക് കൃഷിയൊക്കെ. പിന്നെ ദ വെജിറ്റബിൾസ് വി ഗോട്ട് ആർ ഫിൽഡ് വിത്ത് ഇൻസെക്ടിസൈഡ്സ്. എന്താണ്? ഇൻസെക്ടിസൈഡ്സ് ഒക്കെ അടിച്ചിട്ട്, കീടനാശിനികളൊക്കെ അടിച്ചിട്ട് വരുന്ന വെജിറ്റബിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് വെജിറ്റബിൾസ് ഫോർ അവർ യൂസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. വി ക്യാൻ സ്റ്റാർട്ട് ഫാമിംഗ് ഫ്രം അവർ സ്കൂൾ കോമ്പൗണ്ട്. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ആരംഭിക്കാം. ആൻഡ് ദെൻ ടു ഹോം. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കാം. ഗൈഡ് ലൈൻസ് വിൽ ബി ഗിവൺ ഫ്രം അവർ ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സും മുതിർന്നവരും ഒക്കെ നമുക്ക് എന്ത് തരും? കുറേ ഗൈഡ് ലൈൻസ് തരുമല്ലോ, ഉപദേശങ്ങളൊക്കെ തരും. യൂസ് ഓൺലി ഓർഗാനിക് മാനുവേഴ്സ്. അപ്പം നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ജൈവവളങ്ങൾ ഉപയോഗിക്കുക. വി ക്യാൻ ഡു ഇറ്റ് ഇഫ് വി ആർ ഡെഡിക്കേറ്റഡ്. നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് ചോദ്യങ്ങളാണ് ലെറ്റസ് അസസിനകത്തുള്ളത്. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയിലും രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എൻകറേജ് ഫാമേഴ്സ് ടു എൻഗേജ് ഇൻ ജോയിന്റ് കൾട്ടിവേഷൻ ഇൻ ദ ഫോളോ ലാൻഡ്സ്. ഡിസ്കസ് ഇൻ ദ ക്ലാസ് ദ മെറിറ്റ്സ് ഓഫ് ജോയിന്റ് ലേബർ ഇൻ ഇറിഗേറ്റിംഗ്, വീഡിംഗ് ആൻഡ് മാനുവറിംഗ്. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഈ കൃഷിക്കാരെയൊക്കെ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. ജോയിന്റ് കൾട്ടിവേഷൻ, ഒരുമിച്ച് കൃഷി ചെയ്യില്ലേ, അങ്ങനെ കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ മെറിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്? ജോയിൻ്റ് ആയിട്ട് ജോലി ചെയ്യുക എന്ന് പറയുമ്പം എല്ലാത്തിനും ആൾക്കാരുണ്ടല്ലേ, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിൻ്റെ എക്സ്പെൻഡിച്ചർ ആദ്യം തന്നെ എന്താണ്? ലാൻഡ് വൃത്തിയാക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു വരും. അതുപോലെ തന്നെ കളക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനുവർ ചെയ്യാൻ പറ്റും, സോയിങ് നടത്താൻ പറ്റും, വാട്ടറിങ് നടത്താൻ പറ്റും, റീപ്പിംഗ് നടത്താൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേയാൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലേ? പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റും എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ വീതിച്ചെടുക്കാനായിട്ടും പറ്റും. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ തന്നെ, ചിലവ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പേര് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുമ്പോൾ, അതുപോലെ തന്നെ ജോലിക്കാരെ പുറത്തുനിന്ന് വരുത്തണോ? അപ്പോൾ ഇത്രയും പേരും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ അതും കൂടി എഴുതാം. ഇനി കളക്ട് ഇൻഫർമേഷൻ ഓൺ ന്യൂ ഫാമിംഗ് ടെക്നിക്സ് ബൈ ഇൻ്റർവ്യൂയിങ് ദി അഗ്രികൾച്ചറൽ ഓഫീസർ. അപ്പം നമ്മളൊരു അഗ്രികൾച്ചറൽ ഓഫീസറെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാം. എന്താ പുതിയ തരത്തിൽ നൂതനപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൃഷി മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടോ സർ എന്ന് പറഞ്ഞ് ചോദിക്കാനൊക്കെ ആയിട്ട് പോവാം. അപ്പം എന്താണ്, ഹൗ ക്യാൻ വി യൂസ് അഗ്രികൾച്ചറൽ ലാൻഡ് പ്രോപ്പർലി? നമുക്ക് എങ്ങനെയൊക്കെ കൃഷിസ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്താം? ഹൗ ഡു വി നോ വിച്ച് ക്രോപ്പ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ ലാൻഡ്?
നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഏത് ക്രോപ്പാണ് ഏത് സ്ഥലത്താണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വാട്ട് ആർ ദ വേരിയസ് ഫാമിംഗ് മെത്തേഡ്സ്? കൃഷിരീതികൾ, പലതരത്തിലുള്ള കൃഷിരീതികൾ ഉണ്ടല്ലേ, ഏതൊക്കെയാണത്? ഫ്രം വെയർ വി ഗെറ്റ് ബെറ്റർ സീഡ്സ്? നല്ല വിത്തുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? വിച്ച് ആർ ദ ഡിസീസസ് ദാറ്റ് ക്യാൻ അഫക്ട് ദി ക്രോപ്സ്? എന്താണ്, വിളകളെ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കുമല്ലേ, അത് ഏതൊക്കെയാണ്? ഹൗ ക്യാൻ വി ഗെറ്റ് ദ സജഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫ്രം ആൻ അഗ്രികൾച്ചറൽ ഓഫീസർ? ഒരു അഗ്രികൾച്ചറൽ ഓഫീസർക്ക് നമ്മൾ കുറേ ഉപദേശിക്കാനോ നമുക്ക് കുറേ സഹായം ചെയ്യാനൊക്കെ പറ്റുമല്ലേ, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ അതിനറിയാവുന്ന ആൾക്കാർ തന്നെ നൽകണം. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ചോദ്യങ്ങൾ തന്നെ അഗ്രികൾച്ചറൽ ഓഫീസറോട് ചോദിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും കൂടെ സഹായം തേടുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റിയാണ്. അപ്പം തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ പറയുക, ഉത്തരങ്ങൾ ഞാൻ നൽകാൻ ശ്രമിക്കാം. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രദേശത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്, അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ ഒരു അവസരമാണ് നിങ്ങൾക്കിത്. അപ്പോൾ ചോദ്യങ്ങൾ പോയി ചോദിക്കുക, കൃഷി രീതികളെ പറ്റി അവരും മനസ്സിലാക്കി തരും. നല്ല വിത്തുകൾ കിട്ടുന്നെങ്കിൽ വാങ്ങിയിട്ട് വരിക, നമുക്കും വീട്ടിൽ സ്വന്തമായിട്ട് കൃഷി ആരംഭിക്കാം എന്നുള്ള ഒരു മനസ്സോടുകൂടി നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്കൂളൊക്കെ ഓപ്പണിംഗ് ആവും, അപ്പോഴത്തേക്കും സ്കൂളിലേക്കും ഒക്കെ പോയി ഇത് വ്യാപിപ്പിക്കാം. നല്ല രീതിയിൽ നമ്മുടെ മണ്ണ് നമുക്കങ്ങ് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ. അപ്പം ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ ഉടനെ എടുത്തതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതിന് ഒരു മടിയും വിചാരിക്കരുത്. ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് നല്ല ഭാഷയിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.